നമ്മുടെ ടി ജി മോഹൻദാസ് അരമണിക്കൂർ ഒരു വീഡിയോയിൽ പറഞ്ഞതിൽ നിന്ന് 2-3 വാചകങ്ങൾ അടർത്തി 15 സെക്കൻഡ് അദ്ദേഹം പറയാത്ത വിധത്തിൽ അത് വളച്ചൊടിച്ച് മറ്റേ പല ആളുകളും CPM ഉൾപ്പെടെയുള്ള ആളുകൾ പരത്തുന്നുണ്ട്. അപ്പോൾ പക്ഷേ TGയുടെ ഒരു സ്ഥലം മേഖല എന്നൊക്കെ പറയുന്നത് RSS ഒക്കെ ആണല്ലോ. അദ്ദേഹം സ്വയം സേവകനും ഒക്കെ ആയി കുറെ കാലം അവരുടെ തന്നെ പല പദവികളിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. പോഷക സംഘടനകളിൽ, ജന്മഭൂമിയിൽ അച്ചടിക്കുന്ന അയോധ്യ പ്രിന്റേഴ്സിന്റെ മാനേജറും ഒക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം എഞ്ചിനീയറാണ്, കെൽട്രോണിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, അദ്ദേഹം വക്കീലാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ ചീള് കേസാന്നുള്ളത് അറിയാവുന്നതാണ്. പക്ഷെ TGയെ എല്ലാ തരത്തിലും TG പറഞ്ഞതിൽ തെറ്റില്ല എന്നുള്ളത് കൊണ്ട് TG ഉപദ്രവിക്കാതെയെങ്കിലും RSSന് ഇരിക്കാമല്ലോ. പക്ഷെ RSSന്റെ ദക്ഷിണ കേരള സഹകാര്യവാഹ സ്ഥാനത്തിരിക്കുന്ന KB ശ്രീകുമാർ എന്ന് പറഞ്ഞൊരാളുടെ പ്രസ്താവന അങ്ങേര് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഇതിനെ അപലപിക്കുന്നു, ഇദ്ദേഹം കാര്യകർത്താവല്ല RSSന്റെ എന്നാണ്. RSS അപലപിക്കാൻ മാത്രം TGയുടെ പ്രസ്താവനയിൽ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും TGക്കെതിരായിട്ട് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ സൈബർ സ്പേസിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളിൽ, മൊഴികളിൽ, പഴികളിൽ ഒക്കെ ഏറ്റവും മാരകമെന്ന് എനിക്ക് തോന്നിയത് ഈ RSSന്റെ ശ്രീകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്. ഒന്നാമത് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഞങ്ങളുടെ ആളല്ല എന്ന് പറയാൻ ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചോ, ആരെങ്കിലും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയോ എന്ന് എനിക്കറിയില്ല. RSS അങ്ങനെ ചുമതലപ്പെടുത്തുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യത്തിന് അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യം പരിശോധിക്കണം. ഈ TG മോഹൻദാസ് എന്ന മനുഷ്യനോട് മലയാള മാധ്യമങ്ങൾക്കും മലയാളത്തിലെ പൊതു മണ്ഡലത്തിലും വല്ല ശത്രുതയും ആർക്കെങ്കിലും ഇത്ര വ്യാപകമായിട്ട് ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? TG മോഹൻദാസ് ആരുടെയെങ്കിലും അതിര് നീക്കിയിട്ടാണോ? TG മോഹൻദാസ് ആരുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ കേസ് വന്നതിൻ്റെ പേരിലാണല്ലോ. TG മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ്. ഈ അഭിപ്രായം ആരുടെ അഭിപ്രായമാണ്? TG മോഹൻദാസ് ഇന്നൊക്കെ ഏതൊക്കെ കാര്യങ്ങളിൽ, ഏതൊക്കെ വിഷയങ്ങളിൽ പൊതുമണ്ഡലത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ആത്യന്തികമായി RSSകാരുടെ നിലപാടാണ്. ഒരു സാധാരണ RSSകാരൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പലപ്പോഴും അത് RSSന്റെ സംഘടനാ സംവിധാനമോ BJPയുടെ വക്താക്കളോ ആ നിലപാട് എടുക്കുന്നുണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു സാധാരണ RSSകാരൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. പൊതുമണ്ഡലത്തിൽ വന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് TG അത് പറയുന്നു. അതെ, ഒന്ന് ധൈര്യമില്ല, രണ്ട് ശേഷിയില്ല. ഇവരാരെയാണ് ഈ പൊതു മാധ്യമങ്ങളിൽ പോയിട്ട് പലപ്പോഴും ചർച്ചയ്ക്ക് പറഞ്ഞയക്കുന്നത്? ദയനീയമായ പെർഫോമൻസ് അല്ലേ പലരുടെയും അവിടെ. പക്ഷേ ഈ മാധ്യമ ഭീകരന്മാരുടെ ഒക്കെ വായടപ്പിച്ചുകൊണ്ടുള്ള നിലപാടുകളിലൂടെ TG ശ്രദ്ധേയനാവുന്നുണ്ടല്ലോ. TG പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് TGയെ വ്യക്തിപരമായി എന്തോ ഒരു മനുഷ്യനാണ്, പക്ഷേ RSSകാരനായി പോയല്ലോ എന്ന് പറയുന്ന എത്രയോ പേരെ എനിക്കറിയാം. അങ്ങനെ RSSകാരൻ്റെതിന് സമാനമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഒരു കാലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന സമയത്ത് അന്നേ ദിവസം തന്നെ വേണോ ഈ RSSന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അപലപിക്കാൻ? അദ്ദേഹത്തോട് ആരെങ്കിലും ചോദിച്ചോ? ഇപ്പൊ അദ്ദേഹത്തിന് ആകെ പറയാനുള്ള ഒരു ന്യായം എന്താ? കേന്ദ്ര ഗവൺമെന്റ് CJP സമരത്തോട് എടുത്ത നിലപാട് എന്താ? TG പറഞ്ഞ നിലപാട് CJP സമരം മഹത്താണെന്നല്ല TG പറഞ്ഞത്. CJP സമരത്തോട് കുറെ കൂടി ഉദാരമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ആവൂല സ്വീകരിക്കുക. അങ്ങനെ ഔദാര്യം കാണിക്കാൻ മാത്രമുള്ള കാണിക്കേണ്ട സ്വഭാവത്തിലുള്ളതല്ല ആ സമരം. കുറെ കൂടി കർശനമായും കഠിനമായും ആ സമരത്തെ നേരിടേണ്ടിയിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? ഒന്നാമത് ഈ അഭിപ്രായം പറഞ്ഞവരൊന്നും അദ്ദേഹത്തിന്റെ പത്രികയിലെ 2 ടോക്കും കണ്ടവരല്ല. പത്രികയിലെ ഒന്നാമത്തെ ടോക്കിന് 31 മിനിറ്റ് ദൈർഘ്യമുണ്ട്. അതിനകത്ത് നിന്ന് 15 സെക്കൻഡാണ് കട്ട് ചെയ്തെടുത്തത്. രണ്ടാമത് KK ഷാഹിനെ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂ അതിന്റെ 24 മണിക്കൂർ മുമ്പ് അതേ പത്രികയിൽ നടത്തിയ മറ്റൊരു ടോക്കാണ്. വിഷയം ഇതാണെന്നേ ഉള്ളൂ, CJP സമരമാണെന്നേ ഉള്ളൂ. ആ വിഷയത്തിൽ എന്താ പറഞ്ഞത്? ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ടും 2 വിഷയമാണ്. ഞാൻ ഇന്നലെ TGയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, TG ഞാനിത് അങ്ങയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമറായിട്ടേ കാണുന്നുള്ളൂ. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വിഷയം കൊടുക്കുമ്പോൾ പറയുമല്ലോ, പ്രസംഗിക്കാനുള്ള വിഷയം, പ്രബന്ധത്തിന് വിഷയമൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഈസി ടോപ്പിക്കാണ് ഞാൻ പ്രധാനമന്ത്രിയായാൽ.
അതുപോലെ ഒരു സാങ്കല്പിക വിഷയമായി അങ്ങ് സങ്കല്പിക്കുന്നു. മോദിക്ക് പകരം ഞാനായിരുന്നെങ്കിൽ ഇത്ര ഉദാരമായി ഈ സമരത്തെ നേരിടുമായിരുന്നില്ല. ഞാനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ വ്യക്തിയല്ലല്ലോ, ഒരു ഭരണകൂടമല്ലേ. മോദിയുടെ ഭരണകൂടത്തിന് പകരം മറ്റാരൊക്കെ ആകാമായിരുന്നു, അതും ചേർത്ത് പറയാലോ. ഇപ്പോൾ രാമേന്ദ്രൻ സാർ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ചന്ദനത്തോപ്പിൽ എങ്ങനെയാണ് EMSന്റെ ഗവൺമെന്റ് RSP തൊഴിലാളികളെ നേരിട്ടത്? വെടിവെച്ചല്ലേ. ടിയാനൻ സ്ക്വയർ എങ്ങനെ നേരിട്ടത്? ചൈനീസ് ഗവൺമെന്റ്. മൂന്നാറിൽ എങ്ങനെ നേരിട്ടത്? ഈ ചോദ്യങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനമല്ലേ. ഒരു ഭരണകൂടം ജനകീയ സമരങ്ങളെ നേരിട്ട പല മാതൃകകളുണ്ട്. അതിൽ ഏറ്റവും ഉദാരവും, ഞാൻ ആ പക്ഷത്താണ് കേട്ടോ. ഫ്ലോറി എന്ന് പറഞ്ഞ ഗർഭിണിയെ വെടിവെച്ചു കൊന്നു, വലിയ തുറയിലെ വെടിവെപ്പ്, എന്തെല്ലാം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിതിൽ ഈ CJP സമരത്തോട് എന്റെ നിലപാട് TGയുടെ നിലപാടല്ല, TGയുടെ നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ജനകീയ പ്രക്ഷോഭത്തെ ഇത്രമേൽ ജനാധിപത്യപരമായും ഇത്രമേൽ ഉദാരമായും സമീപിച്ച ഒരു അനുഭവം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അവർ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചിട്ട് സന്തോഷത്തോടെ ആഹ്ലാദ നൃത്തം ചവിട്ടി ഒരു സമരം പിരിഞ്ഞു പോകുന്നത് ഒരു ഗവൺമെന്റിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് എന്റെ നിലപാട്. പക്ഷെ TGക്ക് മറിച്ച് പറഞ്ഞൂടെ രാമേന്ദ്രൻ സാർ? മറിച്ച് പറഞ്ഞൂടെ? TG പറയുന്നത് അങ്ങനെ അത്ര ഔദാര്യം അർഹിക്കുന്നവരല്ല ഇവരോട് അങ്ങനെ പെരുമാറരുതായിരുന്നു എന്നാണ് TG പറഞ്ഞത്. അങ്ങനെ സങ്കല്പിച്ച് ആ സ്ഥാനത്ത് എനിക്ക് പറഞ്ഞൂടെ സാറേ, ഒരു കേസിൽ ഒരു ജഡ്ജി ഒരാൾക്ക് ഒരു ജീവപര്യന്തം കൊടുക്കുന്നു, ഞാനും സാറും പറയില്ലേ ആ സ്ഥാനം ജഡ്ജി ഞാനായിരുന്നെങ്കിൽ അവന് ഞാൻ കൊലക്കുറ്റം കൊടുത്തേനെ എന്ന് വധശിക്ഷ കൊടുത്തേനെ എന്ന് പറഞ്ഞൂടെ? അത്രയല്ലേ ഉള്ളൂ, അതിനെ എടുക്കാവുന്നല്ലേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തേത് എന്താ, ഇതിൽ വലിയ സ്ത്രീവിരുദ്ധനാക്കി പാവൻ TGയെ ചിത്രീകരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം പത്രികയിൽ വന്ന ഒരു ടോക്കാണ്, സിംഗിൾ ടോക്കാണത്. ആ അത് 27 മിനിറ്റോ മറ്റോ ഉണ്ട്. അതിനകത്ത് നിന്നാണ് ഈ 8 സെക്കൻഡ് എടുത്തിട്ട് മുറിച്ചേക്കണേ. അതെന്താ പറയുക? ടോക്ക് സാറ് കണ്ടിട്ടുണ്ടോ? ആ ടോക്കിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ജന്തർ മന്ദറിൽ തൊഴിലാളി CJPക്കാർ കാണിച്ച അതിക്രമങ്ങൾ, പോലീസിന് നേരെ നടത്തിയ അതിക്രമം, പൊതുമുതൽ നശിപ്പിച്ചത് തുടങ്ങിയ കേസുകൾ മുഴുവൻ പിൻവലിക്കുമെന്ന് തലേന്നേ തീരുമാനിച്ചല്ലോ. അതും TGക്ക് ഇഷ്ടമായില്ല. അപ്പൊ TG പറഞ്ഞൊരു കാര്യം അന്ന് TG പറഞ്ഞത് എന്താ വെച്ചാൽ, എന്നാ പിന്നെ എന്തിനാ കേസ് മാത്രം പിൻവലിക്കുന്നത്? പോലീസിനെയും പട്ടാളത്തെയും ഇങ്ങോട്ട് പിൻവലിച്ചിട്ട് ജന്തർ മന്ദർ മുഴുവനും ഈ സമരക്കാർക്ക് വിട്ടുകൊടുത്തൂടെ? എന്നാ അവർക്ക് അവിടെ ആഭാസം ആടാലോ, അവിടെ ഒരു കഫേ തുടങ്ങാലോ എന്നൊക്കെ എന്നിട്ട് പറഞ്ഞ് TG പറഞ്ഞു. പിന്നെ കൂട്ടത്തിൽ TGയുടെ ചില നിലപാടുകൾ ഉണ്ടല്ലോ. TG ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് ആവാമെങ്കിൽ TGക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിക്കൂടെ? അതെങ്ങനെ ഒരു മനുഷ്യന്റെ അവകാശമായിട്ട് കണ്ടൂടെ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാകുമ്പോൾ അദ്ദേഹം ചേർത്ത് പറഞ്ഞു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അവിടെ അവർക്ക് ബലാത്സംഗം നടത്താലോ, ഇനി ബലാത്സംഗം പോലും ഇഷ്ടപ്പെടുന്ന പോലെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സഹജമായ ഗ്രാമീണ ഭാഷയിൽ വേണമെങ്കിൽ അത്ര ശീലമല്ല എന്ന് തോന്നിക്കാവുന്ന ഒരു താളത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ പറയാതെ എങ്ങനെ സ്ത്രീവിരുദ്ധമാവുന്നത്? അദ്ദേഹത്തിന്റെ ഒരു കടുത്ത പ്രതിഷേധമാണത്. CJPക്കാർ പോലീസിന് നേരെ കാണിച്ച അതിക്രമങ്ങളൊക്കെ കാണിച്ചിട്ടും അവരുടെ മുഴുവൻ കേസുകളും പിൻവലിക്കാൻ എടുത്ത തീരുമാനം അത് ശരിയായില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രതിഷേധമാണ് പറഞ്ഞത്. അത് രണ്ടും ഈ CJP സമരത്തോട് ഒരിക്കലും നമ്മൾ അനുഭാവം കാണിക്കരുത്, അവരോട് സഹതാപം കാണിക്കരുത് എന്ന അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടാണ്. ആ നിലപാടിൽ എവിടെ സ്ത്രീവിരുദ്ധമായിട്ടുള്ളത്? TGയെ പോലെ ഒരാള്, ഒന്നാമത് ഇവർക്ക് TG അറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം, ഇവര് ഈ പത്രികയുടെ ലേഖനം ഈ കുത്ത് പലപ്പോഴും ഇവരൊക്കെ കൊണ്ടിട്ടുണ്ടാവുകയെ, അതുണ്ടാവും. ഒരു അവസരം കിട്ടിയതല്ല ഉണ്ടാവും. കിട്ടിയ അവസരത്തിൽ ഇദ്ദേഹത്തിന് TGയുടെ കുത്തുകൾ, TGയുടെ നിലപാടുകളുടെ ഒരു പാരുഷ്യം ഒക്കെ അനുഭവിച്ചവരായിരിക്കും. പക്ഷേ RSSകാർ TGയുടെ അടുത്ത് നിന്ന് എന്താ അനുഭവിച്ചു ഇതുവരെയായിട്ട്? വല്ല സേവനവും RSSോ ജനം മറ്റേ TGക്കെതിരെ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു. അക്രമമാണ് കേട്ടോ സാർ. കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ഥാപനം. തീർച്ചയായിട്ടും TG ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാധ്യമം. TG ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട്, അദ്ദേഹത്തിന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രം RSSനെ വളരെ അന്ധമായും വളരെ വളരെ വ്യാപകമായും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ഈ ആപൽ ഘട്ടത്തിൽ പോയി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ RSS ചെയ്ത ഏറ്റവും വലിയ പാപമായിരിക്കും അത് എന്നാണ്. അത് സംഘടന അറിഞ്ഞിട്ടാണോ അദ്ദേഹം അതോ ഈ സംസ്ഥാന സെക്രട്ടറി എന്താണ് സഹകാര്യവാഹ് KB ശ്രീകുമാർ, അദ്ദേഹം വ്യക്തിപരമായി മറ്റേ കോട്ടയംകാരനാണ്, ചങ്ങനാശ്ശേരിയിലാണ് താമസം, ജന്മഭൂമിയുടെ ജനറൽ മാനേജറാണ്. ജന്മഭൂമി മര്യാദയ്ക്ക് നടത്താൻ കഴിയാത്ത ഒരാളാണ് കേട്ടോ. അത് ശരി. അതൊക്കെ അനുഭവസ്ഥര് എന്തൊക്കെ പറഞ്ഞാൽ ഇത്തരക്കാർക്ക് ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സാറേ, ഞാനൊരു അങ്ങയുടെ മുമ്പിൽ എനിക്ക് നിർദ്ദേശിക്കാൻ ഏറ്റവും എൻ്റെ ഒരു ആഗ്രഹം പറയാണ്, ഇവർക്കൊക്കെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഔചിത്യമാണ്. ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യന് നമുക്ക്
നമുക്ക് സഹായിക്കാൻ പറ്റും. ഔചിത്യം പോട്ടെ മാഷെ, മനുഷ്യത്വം, മിനിമം മനുഷ്യത്വം. ഈ സമയത്ത് നമ്മൾ അദ്ദേഹത്തെ ഉപകാരം ചെയ്യണ്ട, അദ്ദേഹം നോക്കിക്കോളും. അദ്ദേഹം പറഞ്ഞ വാക്കും അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടേത് കൂടിയ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിനും ആശയത്തിനും വേണ്ടി ഒരു ഉപകാരവും ഇല്ലാതെ, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ, തൻ്റെ മനസ്സംതൃപ്തിക്ക് വേണ്ടി തൻ്റെ ബോധ്യപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം വേട്ടയാടുന്നത്. അങ്ങനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് വേട്ടയാടുമ്പോൾ ഈ മൂവ്മെന്റ്, ഈ പ്രസ്ഥാനവും ചെന്നിട്ടൊരു ചവിട്ട് കൊടുക്കുന്നില്ല. എന്താ ന്യായമുള്ളത്? ഞാൻ ബാക്കിയുള്ളവരൊക്കെ പൊറുക്കും. പക്ഷേ ഈ കാര്യത്തിൽ ഈ RSSന്റെ പേരിൽ, RSSന്റെ ഭാരവാഹിയായി ആര് രംഗത്ത് വന്നാൽ ഈ സമയത്ത് അത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. അത് ചെയ്തതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണോ അവ കിട്ടാൻ പോകുന്നത്? ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം RSS ഏൽപ്പിച്ച സംവിധാനങ്ങളും അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തത്. ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യപ്പറ്റ്, നന്മ, സ്നേഹം എന്നൊക്കെ പറയുന്ന വികാരങ്ങൾ വേണമല്ലോ. ഏതായാലും ഈ സമയത്ത് മറ്റാര് ചെയ്താലും RSS അത് ചെയ്യരുതായിരുന്നു. എനിക്ക് ഏറ്റവും വേദന തോന്നിയത് അത് കണ്ടപ്പോഴാണ്. ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്യുമല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ TG ആരാണെന്ന് അറിയാതെ, TG ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യർ TG പഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഒരു വികാരമാണ്. TGയോടുള്ള സംഗതിയല്ല. TG അറിയാതെ, ഇത് TG അറിയാവുന്നവർ, TGയുടെ നിലപാട് അറിയാവുന്നവർ, TGയുടെ ജീവിതത്തിൽ ചെയ്ത വലിയ സേവനങ്ങൾ അറിയാവുന്നവർ, TG ഈ പൊതുജീവിതം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല എന്നറിയാവുന്നവർ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ശേഷിയും സേവനവും അറിയാവുന്നവർ കൃത്യസമയത്ത് അദ്ദേഹം ഒരു ആപത്തിൽപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ശത്രുക്കൾ വളഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് കാണുന്ന നേരത്ത് ചെന്നിട്ടൊരു കല്ലെറിയുന്നത് കാലം പൊറുക്കുമോ എന്ന ചോദ്യം ശത്രുവിന് ഒറ്റിക്കൊടുക്കുന്ന പരിപാടിയായി. കറക്റ്റാണ്. കൃത്യം ഒറ്റിക്കൊടുക്കുന്ന പണിയാണ് ഇപ്പോൾ അവർ ചെയ്തത്. ഇത് RSSനും ചേർന്നതല്ല, ആർക്കും ചേർന്നതല്ല, RSSന് ഒട്ടും ചേർന്നതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.